ഹിമ 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 കയറി വരാം. എന്തിനാ എന്നെ വിളിപ്പിച്ചേ? നിന്റെ ആഗ്രഹം മാത്രം നിറവേറാതിരിക്കണ്ട, അതാ. ഇരിക്ക്. നിന്റെ ആഗ്രഹം പൂർത്തിയാക്കാതെ ഞാൻ മരിച്ചുപോയാ, പ്രത്യേകിച്ച് ഒരു ജോലിയായി ഇതിനെ കാണുന്ന ഞാൻ തന്നെ, അതിന് ഇപ്പൊ എൻ്റെ കാശില്ല. കാശിനു വേണ്ടിയല്ല. അപ്പോ നീയും ആഗ്രഹിച്ചിരുന്നു എന്നെ? ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരാളെ മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ. പക്ഷേ അദൃശ്യമായി പോലും തെറ്റായ രീതിയിൽ എന്നെ തൊട്ടിട്ടില്ല. ആ സ്പർശം ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നെങ്കിലും. ഞാനും ആഗ്രഹിച്ചിരുന്നു ഒരുപാട്. സ്വന്തമാക്കണമെന്നും ഒരുമിച്ചൊരു ജീവിതം നയിക്കണമെന്നും. പക്ഷേ കൊള്ളാം. പിന്നെന്തേ കാമുകിയുടെ കൂട്ടിക്കൊടുപ്പുകാരനായി തരം താണത്? ചങ്കു പൊട്ടിയാ ഞാനത് ചെയ്തത്. നിവർത്തികേട് കൊണ്ട്. എല്ലാം സംഭവിച്ചു കഴിഞ്ഞിട്ടും നിന്നെ സ്വന്തമാക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ അവിടെയും പക്ഷേ. ഇതാ നിങ്ങൾ ആണുങ്ങളുടെ കുഴപ്പം. ആവശ്യം ഉള്ളിടത്തും ഇല്ലാത്തടത്തും ഒക്കെ ഒരു അർത്ഥവിരാമം, അല്ലെങ്കിൽ ഒരു ആശ്ചര്യം. നിന്നെ സ്വീകരിച്ചാൽ സമൂഹത്തെ എനിക്ക് പേടിയായിരുന്നു. സമൂഹം, ഈ സമൂഹം തന്നെയല്ലേ എന്നെ ഈ ഞാനാക്കിയത്? നിനക്കൊരു കൂട്ടിക്കൊടുപ്പുകാരന്റെ കുപ്പായം തുന്നി തന്നത്. ആയിരിക്കാം. ആയിരിക്കാന്നല്ല, ആണ്. ഞാനും നീയൊക്കെ ഈ സമൂഹത്തിന്റെ സന്തതികളാ. പക്ഷേ പിന്നെയും പക്ഷേ. നിന്നെ ഞാൻ സ്വീകരിച്ചിരുന്നെങ്കിൽ എൻ്റെ പെങ്ങളുടെ അവസ്ഥ എന്താവുമായിരുന്നു? അവളും. എനിക്കത് സഹിക്കാനാവില്ല. കാരണം ഞാൻ നിന്റെ ചേട്ടനെ പോലെയല്ല. എല്ലാവർക്കും അവരവരുടെ കാര്യമാണ് മുഖ്യം. ഇപ്പോ പെങ്ങൾക്കൊരു നല്ല ജീവിതം കിട്ടിയില്ലേ? ഇനി നിനക്കെന്നെ സ്വീകരിച്ചൂടെ? സമയം പോകുന്നു, നമുക്ക് കിടക്കാം. വേണ്ട, എനിക്കൊരു മൂഡില്ല. ഇനി നിന്നിൽ താല്പര്യവുമില്ല. ഹിമയുടെ മാരടം കണ്ടവരാരും ഹിമയോട് താല്പര്യമില്ലാതെ പോയിട്ടില്ല. പക്ഷേ അവിടെയും എന്നെ തോൽപ്പിച്ചത് എന്റെ സഖാവ് മാത്രമായിരുന്നു.
നിന്റെ ശരീരത്തിലുള്ളത് ഒരു രോഗമല്ല, രോഗാവസ്ഥയാണ്. നിന്റെ വഴിവിട്ട യാത്രകളാണ് ഇതിനൊക്കെ കാരണം. അനുഭവിച്ചോ? സംശയിച്ചതുപോലെ തന്നെ ഇറ്റ്സ് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ്. തളരണ്ട. എയ്ഡ്സ് ജീവിതത്തിൻ്റെ അവസാനമൊന്നുമല്ല. ഇനി മറ്റൊരാൾക്ക് പകരാതിരിക്കാൻ ശ്രദ്ധിക്കുകയാണ് വേണ്ടത്. ഇറ്റ്സ് ഇൻക്യൂറബിൾ ഡെഡ്ലി ഡിസീസ്. ഇറ്റ്സ് ഇൻക്യൂറബിൾ ഡെഡ്ലി ഡിസീസ്. ഇനി ഇത് മറ്റൊരാൾക്ക് പകരാതിരിക്കാൻ ശ്രദ്ധിക്കണം. എന്താ എന്തു പറ്റി? വേണ്ട, വേണ്ടെന്ന് പറഞ്ഞില്ലേ? പോ, റൂമിന്ന് പോ. ഈ ലോകത്ത് എനിക്ക് നൽകപ്പെട്ടിട്ടുള്ള ഏറ്റവും അമൂല്യമായ നിധിയാണ് ഈ ജീവിതം എന്നറിയാഞ്ഞിട്ടല്ല. ഒരു എയ്ഡ്സ് രോഗിയായി മറ്റുള്ളവർക്കൊരു വിപത്തായി കല്ലേറുകൊണ്ട് ജീവിക്കാൻ വയ്യാഞ്ഞിട്ട.
അംഗീകാരങ്ങൾ അർഹതപ്പെട്ടവരുടെ കൈകളിലെത്തുമ്പോൾ അവയുടെ സ്വീകാര്യത വർദ്ധിക്കുന്നു. അപ്പോഴാണ് അവാർഡുകൾ സത്യത്തിൽ അവാർഡുകളായി മാറുന്നത്. ഏറ്റവും നല്ല മലയാള സാഹിത്യരചനയ്ക്കുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ഈ പുരസ്കാരം ഹിമയ്ക്ക് സമർപ്പിക്കുന്നതിലൂടെ ഈ പുരസ്കാരം ഒരിക്കൽ കൂടി അതിൻ്റെ തെളിർമ നിലനിർത്തിയിരിക്കുന്നു. ഇതിനു മുൻപ് സന്നദ്ധ സേവന പ്രവർത്തനങ്ങൾക്കുള്ള മദർ തെരേസ പുരസ്കാരവും ലഭിച്ചിട്ടുള്ള ഹിമയ്ക്ക് കേരള സാംസ്കാരിക വകുപ്പിൻ്റെയും എൻ്റെയും അഭിവാദ്യങ്ങൾ. താങ്ക് യു മിനിസ്റ്റർ. ഒരു എയ്ഡ്സ് രോഗിക്ക് നമ്മുടെ ആധുനിക ശാസ്ത്രവും സമൂഹവും കൽപ്പിച്ചു കൊടുത്തിട്ടുള്ള അനാരോഗ്യം അത് പ്രകടമാവാത്ത ശരീരത്തോടെ കൺതിളക്കത്തോടെ ജീവിച്ച് വിജയം നേടുകയും മറ്റ് ആലംബഹീനർക്ക് വിജയത്തിന്റെ പാത തുറന്നു കൊടുക്കുകയും ചെയ്ത ഹിമയാണ് നമ്മളോട് 2 വാക്ക് സംസാരിക്കാൻ ഇനി എത്തുന്നത്. നമുക്കെല്ലാം പ്രചോദനത്തിന്റെ പാത കാട്ടിത്തന്ന ഹിമയ്ക്ക് സ്വാഗതം. വെൽക്കം ഹിമ, വെൽക്കം. നന്ദി. സംസ്ഥാന സർക്കാരിൻ്റെ ഈ പുരസ്കാരം ഏറ്റുവാങ്ങിയപ്പോൾ അതിയായ സന്തോഷം. അവതാരക പറഞ്ഞതുപോലെ ഞാൻ ആർക്കു വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. എൻ്റെ സന്തോഷത്തിനു വേണ്ടി എൻ്റെ സഖാവ് പറഞ്ഞ വഴിയെ നടന്നെന്ന് മാത്രം. ആ വഴിയിൽ എന്നെപ്പോലെ ജീവിതം വഴിമുട്ടി പകച്ചു നിന്നവരും തെരുവിലെ അനാഥ ബാല്യങ്ങളും എന്നോട് ഒത്തുകൂടിയെന്ന് മാത്രം. എൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങൾ ഓരോരുത്തരുടെയും സഹായങ്ങൾ ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഡോക്ടർമാർ പോലും ഒരു ഘട്ടത്തിൽ മരിച്ചെന്ന് വിധിയെഴുതിയ എൻ്റെ ജീവിതത്തിൽ എനിക്ക് നേർവഴി കാണിച്ചു തന്ന ആ അദൃശ്യ ശക്തിക്ക് അവകാശപ്പെട്ടതാണ് ഞാനിവിടെ സ്വീകരിച്ച ഈ പുരസ്കാരം. നന്ദി, നമസ്കാരം.